ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് വത്തിക്കാൻ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ബസ് തുടങ്ങിയിട്ടില്ല, നമ്മൾ ബസ്സിലാണ് പോണേ. ഇനി വത്തിക്കാൻ സിറ്റി ചെല്ലുമ്പോൾ കാണാം. നമ്മളിപ്പോൾ റോമിലെ വത്തിക്കാൻ സിറ്റിയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വത്തിക്കാൻ ഒരു ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുപോലെ ഒരു ചുറ്റുമതിൽ മാത്രമുള്ളൊരു രാജ്യമാണിത്. ഇതാണ് ആ ചുറ്റുമതിൽ. നമുക്കപ്പോൾ അതിൻ്റെ എൻട്രിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താ അവിടെ ഉള്ളതെന്ന്. ഈ കാണുന്നതാണ് വത്തിക്കാൻ മ്യൂസിയം. ആ കാണുന്ന എൻട്രിയാണ് വത്തിക്കാൻ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശന കവാടം. ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. ഭയങ്കര വലിയ ക്യൂ ആണ്. നമ്മളിപ്പോൾ അതിലേക്ക് കയറാനുള്ള ടിക്കറ്റ് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയില്ല. നല്ല തിരക്കായതുകൊണ്ടായിരിക്കണം. ഏതായാലും ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറെങ്കിലും അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അവിടെ കയറുന്നില്ല എന്ന് തീരുമാനിച്ച് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ ഉണ്ടല്ലോ, ആ വത്തിക്കാൻ ബസിലിക്ക ഉള്ള അതിൻ്റെ സ്ക്വയർ, ആ സ്ക്വയറിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ എന്താ ഉള്ളതെന്ന് നോക്കാം. അങ്ങനെ ചുറ്റുമതിലിന് അകത്തേക്ക് നമ്മൾ കയറി. ഇപ്പോൾ കാണുന്നതാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ. ഇതിൻ്റെ അകത്തേക്ക് എത്തിപ്പെടാൻ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടെന്ന് തോന്നുന്നു. സെൻറ്റ് പീറ്റേഴ്സ് അങ്ങ് അകലെ കാണുന്ന ബിൽഡിങ്ങാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. അവിടെയാണ് പോപ്പിൻ്റെ ആസ്ഥാനം. നമ്മൾ സ്ക്വയറിലേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത് ജനസാഗരമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആ വലിയൊരു ക്യൂ ആണ് അവിടെ കാണുന്നത്. ഏതായാലും സ്ക്വയർ മനോഹരമാണ്. അതിൻ്റെ നടുത്തളത്തിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്ക്വയറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട്. ഇത് ആ സ്ക്വയറിൻ്റെ അരികിലുള്ള പില്ലർ ടൈപ്പുള്ളൊരു ബിൽഡിങ്, അതിൻ്റെ നടുക്കൊരു ഫൗണ്ടൻ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണുന്നതാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, അതായത് പോപ്പിൻ്റെ ആസ്ഥാനം. ധാരാളം ടൂറിസ്റ്റുകൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാണാൻ വന്നിരിക്കുന്നത്. വലിയ തിരക്കൊന്നുമില്ല ഈ സ്ക്വയറിനകത്ത്. പക്ഷേ ആ വലതുവശത്ത് കാണുന്നത് മൊത്തം ആ ബസിലിക്കയുടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ആ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു 3-4 മണിക്കൂർ ആ വെയിലത്ത് നിൽക്കേണ്ടി വരും. എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. പുറത്ത് കാഴ്ചകൾ കണ്ട് നമുക്ക് തിരിച്ചു പോകാം. സ്ക്വയറിന് നടുവിൽ തന്നെയുള്ള ഫൗണ്ടനാണിത്. ഈ ഫൗണ്ടൻ 1650-കളിൽ രൂപകൽപ്പന ചെയ്തതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുപോലെ തന്നെ ഒരു ഫൗണ്ടൻ സ്ക്വയറിൻ്റെ മറ്റൊരു സൈഡിലും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളേതായാലും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഫൗണ്ടൻ്റെ വെള്ളം ഈ നട്ടുച്ചയ്ക്കും നല്ല തണുപ്പായിട്ട് തോന്നി. പ്രാവുകളൊക്കെ അവിടെ നിന്നിരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അതിന് ചുറ്റും നിന്ന് ആൾക്കാർ ധാരാളം ഫോട്ടോ എടുക്കുന്നു. സ്ക്വയറിൻ്റെ മധ്യത്തിൽ തന്നെ ഒരു സ്തൂപമുണ്ട്. ഇതെല്ലാമാണ് ഈ കാഴ്ചകളിലെ വിശേഷങ്ങൾ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റി. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക നല്ല മനോഹരമായൊരു ബിൽഡിങ്ങാണ്. അതിപുരാതനമായ ഒരു രൂപമുണ്ട് അതിന്. നമ്മൾ പൊതുവെ ചിത്രങ്ങളിൽ കാണുന്ന അതേ ഭംഗി അവിടെ നോക്കുമ്പോഴും നമുക്ക് കാണാം. വിശുദ്ധ പത്രോസിൻ്റെ കല്ലറ ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, ഈ കെട്ടിടം നിർമ്മിച്ചതിൽ മൈക്കലാഞ്ചലോ പോലെയുള്ള പ്രശസ്തമായ ആളുകളുടെ കരവിരുതും ഇതിലുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കെട്ടിടം പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് തകർന്നു പോയപ്പോൾ 1506-ൽ വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്ത് പുനരുദ്ധരിച്ച് 1626-ലാണ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതിന്
എത്രമാത്രം സമയമെടുത്തെന്നും എത്രമാത്രം മനോഹരമായിരിക്കുമാണ് ഈ കെട്ടിടം എന്നും. സ്ക്വയറിന് ഒത്ത നടുവിൽ തന്നെയുള്ളൊരു കുടിവെള്ള സ്രോതസ്സാണിത്. പഴയ യൂറോപ്യൻ നഗരങ്ങളിലെ എല്ലാ പ്രൗഢികളും നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ പഴയ നഗരങ്ങളിലും കാണുന്ന രീതിയിലുള്ള തന്നെ ഒരു വാട്ടർ സോഴ്സ്, ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണിത്. അങ്ങനെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പുറമേ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് സ്ക്വയറിലെ കാഴ്ചകളും ആസ്വദിച്ച് പലതരത്തിലുള്ള ആൾക്കാരെയും കണ്ട് നമ്മളിങ്ങനെ കുറച്ചു നേരം ഇതിലൂടെ നടക്കുവാണ്. ഇനി പുറത്തേക്ക് ഇറങ്ങണം, അതായത് ഒരു രാജ്യം വിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കോട്ടയാണിത്. ഇതിൻ്റെ പേര് സെയിൻറ്റ് ആഞ്ചലോ കാസിൽ എന്നാണ്. വത്തിക്കാൻ സിറ്റിക്ക് അടുത്ത് തന്നെയുള്ള ഒരു ചരിത്ര സ്മാരകം എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. AD 135 റോമൻ ചക്രവർത്തിയായ ഹാഡ്രിയാൻ തൻ്റെ ശവകുടീരമായി നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന് അകത്ത് നിന്ന് വത്തിക്കാൻ സിറ്റിയിലേക്ക് ഒരു തുരങ്കം ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിനോട് ചേർന്ന് തന്നെ ഒഴുകുന്ന ഒരു നദിയാണിത്. ആ നദിക്കരയിൽ നിന്ന് അല്പം കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങളുടെ വത്തിക്കാൻ സന്ദർശനം പൂർത്തിയാക്കി നമ്മൾ തിരികെ പോകാൻ തീരുമാനിച്ചു.